പരിശുദ്ധ ഇസ്ലാമിൽ രണ്ടു തരം കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, ഒരു മുസ്ലിമായ മനുഷ്യൻ നിർബന്ധമായും അനുഷ്ഠിച്ചു പോകുന്ന അല്ലെങ്കിൽ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ. അതാണ് നമ്മൾ ഇസ്ലാം കാര്യം, ഈമാൻ കാര്യം എന്നൊക്കെ പറയുന്നത്. അല്ലാഹുവെ മാത്രം ആരാധിക്കുക, മലായിക്കത്തുകളിലും അതുപോലെ ഈമാൻ കാര്യങ്ങളിൽ പറയുന്ന എല്ലാറ്റിലും വിശ്വസിക്കുക, അതുപോലെ നമസ്കാരം, സക്കാത്ത്, ഹജ്ജ് പോലെയുള്ള ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുക. ഇത് മുസ്ലിങ്ങൾ മാത്രം ചെയ്യുന്നതാണ്, മുസ്ലിങ്ങൾക്ക് ബാധകമായ കാര്യമാണ്. എല്ലാവരോടും എല്ലാ മറ്റു മതങ്ങളിലൊന്നും നമ്മൾ കാണുന്ന കാര്യമല്ല. ഇന്ന് വേറെ പല കാര്യങ്ങളുണ്ട്. അത് എല്ലാ മതങ്ങളും എല്ലാ മനുഷ്യരും അംഗീകരിക്കുന്ന കാര്യങ്ങളാണ്. അതാണ് നമ്മൾ സാധാരണ രീതിയിൽ മൂല്യങ്ങൾ, എത്തിക്സ് എന്നൊക്കെ പറയുന്ന സംഗതി. അതിൽ ഒരു ഇസ്ലാം മതവിശ്വാസിക്കും ഇസ്ലാം മതവിശ്വാസികളല്ലാത്തവർക്കും മതവിശ്വാസികൾക്കും മതമില്ല എന്ന് പറയുന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ അങ്ങനെയാണ് വേണ്ടത്, അതാണ് ചെയ്യേണ്ടത് എന്ന അഭിപ്രായമുള്ള കാര്യങ്ങളാണ്. നീതി പാലിക്കുക, മാതാപിതാക്കളോട് നന്മ ചെയ്യുക, അയൽവാസിയെ സ്നേഹിക്കുക, സത്യം പറയുക, ഇങ്ങനത്തെ കുറേ മൂല്യങ്ങളുണ്ട്. അത് ഒരു മുസ്ലിം മാത്രം ചെയ്യേണ്ടതോ അല്ലെങ്കിൽ മുസ്ലിം മാത്രം അംഗീകരിക്കുന്ന കാര്യമല്ല. എല്ലാ മനുഷ്യരും അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അംഗീകരിക്കുന്ന കാര്യങ്ങളാണ്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പറയുന്നത്. വിശുദ്ധ ഖുർആൻ ഇത്തരം മൂല്യങ്ങൾ മുഴുവൻ എന്തൊക്കെ മൂല്യങ്ങളായി നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ, മറ്റു മതങ്ങളും മറ്റു മനുഷ്യരുമൊക്കെ തർക്കമില്ലാതെ അംഗീകരിക്കുന്ന ഒരുപാട് നല്ല നല്ല മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളെയൊക്കെ നിലനിർത്തുകയും അതിനെ അതിശക്തമായ രീതിയിൽ അതിൻ്റെ വക്താവായി നിലകൊള്ളുകയും ചെയ്യുന്ന ഒരു മതമാണ് പരിശുദ്ധ ഇസ്ലാം, വിശുദ്ധ ഖുർആൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും ജീവിതചര്യയുമൊക്കെ അതിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് വാഗ്ദത്തം പാലിക്കുക എന്ന് പറഞ്ഞ സംഗതി. അത് മുസ്ലിങ്ങളോട് മാത്രം പറയുന്ന ഒരു സംഗതിയല്ല, എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. ഒരു വാഗ്ദത്തം ഒരാൾ ചെയ്താൽ അത് പാലിക്കേണ്ടതുണ്ട്. അതിനെ വളരെ ശക്തമായി പരിശുദ്ധ ഇസ്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് അംഫാലിൽ പറയുന്നത്, ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാഹിൽ ലദീന കഫറൂ ഫഹും ലാ യുഅ്മിനൂൻ. വിശ്വാസമില്ലാതെ നിഷേധമായി ജീവിക്കുന്ന അവർ വളരെ മോശപ്പെട്ട ഒരു ജീവികളാണ് എന്ന് പറഞ്ഞിട്ട് പറയണം. അവരുടെ ഒരു പ്രത്യേകത, അല്ലദീന ആഹത്ത മിൻഹും, നീയുമായി അവർ കരാറ് ചെയ്താൽ സുമ്മ യൻഖുദൂന അഹ്ദഹും ഫീ കുല്ലി മർറ, ഓരോ പ്രാവശ്യവും ചെയ്ത കരാർ ഇങ്ങനെ ലംഘിച്ചുകൊണ്ടേയിരിക്കും. വഹും ലാ യത്തഖൂൻ, ആ വിഷയത്തിൽ അവർക്കൊരു സൂക്ഷ്മതയില്ല. അപ്പോൾ കരാറ് പാലനം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, നമുക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ ഒന്നുകൂടി മനസ്സിലേക്ക് ഊട്ടിയുറപ്പിക്കേണ്ട ഒരു സംഗതി കൂടിയാണത്. വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്തുകൊണ്ടാണ് കരാറ് പാലിക്കണം എന്ന് പറയുന്നത്, വൗഫു ബിൽ അഹ്ദ്, നിങ്ങൾ കരാറ് പാലിക്കണം. ഇന്നൽ അഹ്ദ കാന മസ്ഊല. അതാണ് മറ്റു മതങ്ങളും ഇസ്ലാമും തമ്മിലുള്ള ഒരു വ്യത്യാസം. അതാണ് ഇന്നൽ അഹ്ദ കാന മസ്ഊല, നിങ്ങൾ നടത്തുന്ന കരാറുകൾ, വാഗ്ദാനങ്ങൾ, അത് ചോദ്യം ചെയ്യപ്പെടുന്ന സംഗതിയാണ്. മരണാനന്തര ജീവിതത്തിൽ ഇങ്ങനൊരു കരാറും വാഗ്ദാനവും ഒക്കെ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് അത് പാലിക്കാതെ അല്ലെങ്കിൽ അത് പാലിക്കാൻ ശ്രമിക്കാതെ അതല്ലെങ്കിൽ അതിനെ അവഗണിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ഈ കരാറ് ചെയ്യുന്ന ആളുകളോട് ഉണ്ടാകും എന്ന് വിശുദ്ധ ഖുർആൻ നമ്മൾ പറയുന്നുണ്ട്. അത് മസ്ഊലാണ്, ചോദ്യം ചെയ്യപ്പെടുന്ന സംഗതിയാണ്. നമ്മൾ സാധാരണ മസ്ഊല എന്ന് പറയുന്നത്, മസ്ഊല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഉത്തരവാദിയാണെന്നാണ്. അപ്പോൾ ഉത്തരവാദിത്വത്തോടു കൂടി നമ്മൾ നടത്തുന്ന ഒരു കാര്യമാണ് കരാറ് അല്ലെങ്കിൽ വാഗ്ദാനം എന്നൊക്കെ പറയുന്നത്. വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയും, അല്ലദീന ലി അമാനാതിഹിം വഅഹദിഹിം റാഊൻ. ഒരു സ്വർഗാവകാശികളായ വിശ്വാസികളുടെ പ്രത്യേകത, അവരവരുടെ കരാറുകൾ അവർ ശരിക്ക് പരിഗണിക്കും.
അതിനെന്താ ഞാൻ കരാർ ചെയ്തത് പരിഗണിക്കും. അവരിൽ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യങ്ങളെ അവർ വളരെ ബോധപൂർവം അതിനെപ്പറ്റി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റിയുള്ള പ്രത്യേകതയായി ഖുർആൻ പറഞ്ഞത് ഇബ്രാഹിം അല്ലദീ വഫ, താൻ ഏൽപ്പിക്കപ്പെട്ട കരാർ അത് പൂർത്തീകരിച്ചൊരു മനുഷ്യനായിരുന്നു ഇബ്രാഹിം. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി പറയുന്നത് വദ്കുർ ഫിൽ കിതാബി ഇസ്മായില ഇന്നഹു കാന സാദിഖൽ വഅദി, കരാറുകൾ സത്യസന്ധമായി പാലിച്ച ഒരാളായിരുന്നു ഇസ്മായിൽ അലൈഹിസ്സലാം എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടാണ്. നമ്മൾ കരാറുകൾ പല രീതിയിൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ഇസ്ലാം മത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഈ അള്ളാഹുവോട് നടത്തുന്ന കരാറുകൾ, നമ്മൾ പടച്ചോനോട് പറയുന്ന കരാറുകളാണ്. നമ്മളൊരു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇസ്ലാം മതത്തിലേക്ക് പ്രവേശിക്കുകയും അതിലൊരു അംഗമായി നിൽക്കുകയും അതിലംഗമാണ് എന്നുള്ളത് അഭിമാനിക്കുകയൊക്കെ ചെയ്യുന്ന മുസ്ലിങ്ങൾക്ക് അള്ളാഹുവോടുള്ള കരാറുണ്ട്. ആ അള്ളാഹുവോടുള്ള കരാറിൻ്റെ ഭാഗമാണ് മുസ്ലിമായി അതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ജീവിക്കുക എന്നുള്ളത്. നമസ്കാരം എന്നത് ഒരു ഉദാഹരണമായി, നമസ്കരിക്കാതെ ഇങ്ങനെ നടക്കുക, അതിന് ശ്രദ്ധ ഇല്ലാതെ ജീവിക്കുക, എന്നിട്ട് അവൻ മുസ്ലിം ആകുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവോട് നടത്തിയ കരാറിൻ്റെ ഒരു ലംഘനമാണ്. അപ്പം അതുകൊണ്ട് അത് എന്തൊക്കെ അവന് നിർബന്ധമായി പാലിക്കണം എന്ന് പടച്ചവനും അള്ളാന്റെ റസൂലും പറഞ്ഞിട്ടുണ്ടോ അത് അവൻ പാലിക്കേണ്ടതുണ്ട്. അപ്പോഴേ പടച്ചവനോടുള്ള കരാർ പൂർത്തിയാകണുള്ളൂ. അതുപോലെ അവനവൻ്റെ മനസ്സാക്ഷിയോടൊരു കരാർ, അത് എല്ലാവർക്കും ബാധകമായ കാര്യമാണ്. അവനവൻ്റെ മനസ്സാക്ഷിക്ക് വിരുദ്ധമായി നമ്മൾ പ്രവർത്തിക്കുക. പടച്ചവൻ പറഞ്ഞൊരു സംഗതി എന്നതിനേക്കാൾ ഉപരി മനസ്സാക്ഷിക്ക് യോജിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് ശരിയല്ല. അതുപോലെ നമ്മുടെ കുടുംബത്തോട് ഒരു വിവാഹം ചെയ്യുമ്പോൾ, വിവാഹം ചെയ്ത സ്ത്രീ പുരുഷന്മാർ പരസ്പരം ഭാര്യാഭർത്താക്കന്മാരായി മാറുമ്പോൾ വിശുദ്ധ ഖുർആൻ അവിടെ പറഞ്ഞിട്ടുള്ള വഖദിന മിൻകും മീസാഖൻ ഖലീദ, അതിശക്തമായ ഒരു കരാറാണ് ഈ സ്ത്രീകൾ ഈ പുരുഷന്മാരിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. പാലിക്കാൻ അവർ ബാധ്യസ്ഥരാണെന്ന് അർത്ഥം. കാരണം അത് ഒരു പുരുഷന്റെ ബാധ്യതയാണ്. ഞാൻ കബിൽത്തു അല്ലെങ്കിൽ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നതോടുകൂടി തൻ്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ആനയിക്കുന്ന ആ സ്ത്രീയുടെ എല്ലാ ഭൗതികമായ കാര്യങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഞാൻ നിർവഹിക്കും എന്നൊരു കരാറാണ് അവിടെ വെച്ച് നടക്കുന്നത്. അപ്പോൾ കേവലം ഒരു ഒറ്റവാക്കാണെങ്കിലും ഞാൻ ഏറ്റിരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു ഒറ്റ വാക്ക് മാത്രം അല്ലെങ്കിൽ ഒരു വാചകം മാത്രം പറയുകയാണെങ്കിലും ആ വാചകത്തിൻ്റെ പിന്നിൽ വലിയ ഒരു കരാറുണ്ട്. അതാണ് ഖുർആൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. പുരുഷനെ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. അവൻ ആ കരാർ ഒരിക്കലും അവൻ ലംഘിക്കാൻ പാടില്ല. ആ കരാർ പാലിച്ചുകൊണ്ടല്ല. അപ്പോൾ കുടുംബജീവിതത്തിൽ അവൻ മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നായതാണ് ഞങ്ങൾ എന്നുള്ള ഒരു ബോധ്യം ഈ പ്രത്യേകിച്ചും ആണുങ്ങൾക്ക് ഉണ്ടാകണം എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അങ്ങനെയാണ് ഈ കരാറിനെ സംബന്ധിച്ച് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ കരാറ് പാലനത്തെ അത്ര ശ്രദ്ധിക്കാതെ പോകുന്ന ആളുകളെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. അതിനെ റസൂലുള്ളാഹി പറഞ്ഞത് കാപ്പട്യത്തിൻ്റെ അടയാളമായിക്കൊണ്ടാണ്. കപടന്മാർക്കാണ് കരാറൊക്കെ പോട്ടെ എന്നുള്ള ചിന്ത ഉണ്ടാകുക എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 4 കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടാകരുത്. ആ 4 കാര്യങ്ങളും കാപ്പട്യത്തിൻ്റെ അടയാളമാണ്. അതിൽ ഒരു കാര്യം ഉണ്ടായാൽ അത്രയും കാപ്പട്യമുണ്ട്, 2 കാര്യം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ കാപ്പട്യമാണ്, 3 കാര്യം ഉണ്ടായാൽ പിന്നെ ഇനിയും കാപ്പട്യമാണ്, 4 കാര്യം കൂടി ഒരാളുടെ ജീവിതത്തിൽ അയാളുടെ അവസ്ഥയായി നിൽക്കുന്നുണ്ടെങ്കിൽ അയാൾ അത്തരം കാര്യങ്ങളിലൊക്കെ തനി കപടനാണ് എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ളത്. ആ കാര്യങ്ങളെ പറ്റി പറഞ്ഞു. ഇത് തുമിനഖാന, ആരെങ്കിലും എന്തെങ്കിലും വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ അത് പാലിക്കൂല. അതവൻ വിശ്വസിച്ച് നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും നൽകുക, തിരിച്ചു തരണമെന്ന് പറഞ്ഞ് കടം കൊടുക്കുക, ഉദാഹരണമായിട്ട് പറയാം തിരിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് കടം കൊടുക്കുകയാണെങ്കിൽ ആ വിശ്വാസം അയാൾ പാലിക്കാതിരിക്കുക, അത് ഒരു കാപ്പട്യത്തിൻ്റെ ഒരു അടയാളമാണ്. അതുപോലെ വൈദ ഹദ്ദസ കദബ, സംസാരിച്ച കളവ് പറയാന്നുള്ളത് അത് അവൻ്റെ കാപ്പട്യത്തിൻ്റെ ഒരു അടയാളമാണ്.
ബാക്കിയുള്ളവർക്ക് വളരെ ഉഷാറാണ്, നിസ്കാരം, നോമ്പും, സക്കാത്തും, ഹജ്ജും ഒക്കെ ചെയ്യും. പക്ഷേ സംസാരിക്കുമ്പോൾ കളവ് വല്ലാതെ പറഞ്ഞു പോകുന്നു എന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൽ അദ്ദേഹം ഒരു കപടനാണ് എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ആ കൂട്ടത്തിൽ പറഞ്ഞതാണ് വഇദാ ആഹദ ഖദറ, കരാറ് വല്ലതും ചെയ്താൽ അത് പാലിക്കൂല, അത് ലംഘിക്കും, അതിനെ പറ്റി ശ്രദ്ധ ഉണ്ടാവില്ല. അതും ഇതിൻ്റെ ഒരു അടയാളമാണ്. വഇദാ ഖാസമ ഫജറ. നാലാമത്തെ കാര്യം പറഞ്ഞാൽ തമ്മിൽ തെറ്റിയാൽ തോന്നിയാസം വിളിച്ചു പറയുന്നത്. അതാണ് നാലാമത്തെ സംഗതി. വഇദാ ഖാസമ, തമ്മിൽ തെറ്റിപ്പിരിഞ്ഞാൽ, ഈ തമ്മിൽ തർക്കം വന്നാൽ ഫജറ, അവൻ തോന്നിവാസം പറയും. അങ്ങനെ ചില ആളുകളുടെ നല്ല ശാന്തരായി ജീവിക്കുന്ന നല്ല മനുഷ്യന്മാരായിരിക്കും. പക്ഷെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അവരെത്തി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, തമ്മിലൊരു പിണക്കോ അല്ലെങ്കിൽ തെറ്റോ അല്ലെങ്കിൽ ഒരു വാഗ്വാദമോ ഒക്കെ നടക്കുകയാണെങ്കിൽ എന്താണ് ആ നാവെന്ന് പിന്നെ വരിക എന്ന് പറയാൻ പറ്റില്ല. ഏത് തെറിവാക്കുകളും ഉപയോഗിച്ചുകൊണ്ട് ആ നാവ് പ്രയോഗിക്കുക, അതൊക്കെ മനുഷ്യനിലുള്ള കാപ്പട്യത്തിൻ്റെ ഒരു അടയാളമായി പരിശുദ്ധ ഇസ്ലാം പറഞ്ഞാണ്. എന്തിനാ അത് പറഞ്ഞു തരുന്നത്? ഇതൊന്നും നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് പഠിപ്പിക്കുന്നത്. ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഈ കരാറ് ചെയ്താൽ അത് ലംഘിക്കുക എന്ന് പറഞ്ഞത് അത്തരം ഒരു നല്ലതല്ലാത്ത ഒരു സ്വഭാവമായിക്കൊണ്ടാണ് നമുക്ക് പരിചയപ്പെടുത്തിയിരുന്നത്. അതിന് ഇപ്പോൾ ഇസ്ലാമിക ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ എന്ത് വില കൊടുത്തിട്ടാണ് ഈ കരാറ് പാലനത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളൊക്കെ കാത്തു സൂക്ഷിച്ചിരുന്നത്. ഒരു സംഭവം, ഹുദൈഫത്തുൽ യമാനി എന്ന് പറഞ്ഞ ഒരു സഹാബി, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബദ്ർ യുദ്ധ സന്ദർഭത്തിൽ നബിയോടൊപ്പം ചേരാൻ വേണ്ടി പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ മകനും അവർ രണ്ടുപേരും നബിയോടൊപ്പം ചേരാൻ വേണ്ടി പോവുകയാണ്. രണ്ടാൾ ഒറ്റയ്ക്കുള്ളൂ. ഇങ്ങനെ ബദർ യുദ്ധത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ അതിന് എനിക്കും പങ്കാളിയാകണം എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം പോവുകയാണ്. പോകുമ്പോൾ വഴി വെച്ച് അദ്ദേഹത്തെ ഈ ശത്രുക്കൾ തടഞ്ഞു നിർത്തി. എന്നിട്ട് ചോദിച്ചു, എവിടേക്ക് അങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ നബിയുടെ അടുക്കിലേക്ക് ബദറിലേക്ക് പോവാന്ന് പറഞ്ഞാൽ അവരെ സ്വാഭാവികമായിട്ടും അവർ തടഞ്ഞു വെക്കുക എന്നുള്ളതല്ല, അവരെ കൊല്ലുകയോ ശത്രുവായിട്ട് മനസ്സിലാക്കി ആ രീതി ചെയ്യുമല്ലോ. അപ്പം അവർ പറഞ്ഞു, ഞങ്ങൾ മദീനത്തേക്ക് പോവാണ്. അവർ മക്കത്തു നിന്ന് വരുന്ന സമയം, ഞങ്ങൾ മദീനത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പം അവർ ചോദിച്ചു, ഉറപ്പല്ലേ? മദീനത്തേക്ക് തന്നെയല്ലേ നിങ്ങൾ പോണത്, അല്ലാതെ മുഹമ്മദിൻ്റെ അടുത്തേക്കല്ലല്ലോ എന്ന് അവർ ഒന്നുകൂടി ചോദിച്ചു. അല്ലല്ല, ഞങ്ങൾ മദീനത്തേക്ക് പോവുകയാണ്. അങ്ങനെ അവർ വിട്ടയച്ചു. എന്നാ മദീനത്തേക്കല്ലേ, പോയിക്കോട്ടെ. അവർ നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചെന്നു, ബദറിലേക്ക് ചെന്നു. എന്നിട്ട് നബിയോട് പറഞ്ഞു, ഇങ്ങനൊരു സംഭവം ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പം ഉണ്ടായിട്ടുണ്ട്. ശത്രുക്കൾ ഞങ്ങളെ തടഞ്ഞു നിർത്തിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു മദീനത്തേക്കാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളെ രക്ഷപ്പെട്ടത്. എന്നിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, തഫീലഹും അഹദഹും, അവരോട് നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞതല്ലേ മദീനത്തേക്കാ പോവാന്നുള്ളത്, അതുകൊണ്ട് നിങ്ങൾ മദീനത്തേക്ക് പോയിക്കോ. ഇതിൽ നിങ്ങൾ ഭാഗവാക്കാം. തഫീലഹും അഹദഹും, അവരോട് പറഞ്ഞ വാക്ക് നിങ്ങൾ പാലിക്കണം. എന്നിട്ട് പറഞ്ഞു, വനസ്തഈനു അല്ലാഹ അലൈഹിം, നമ്മുടെ കാര്യം അപ്പം അവർക്ക് അതാണല്ലോ ഉണ്ടായത്. അവരപ്പം നബിൻ്റെ കാര്യം എന്താവും എന്നുള്ളതാണല്ലോ. അത് അള്ളാഹു ഏറ്റവും, അത് നമ്മൾ അള്ളാഹുവിനോട് പറയും. പക്ഷെ നിങ്ങളുടെ ഒരു കരാറ് ചെയ്തതുണ്ടല്ലോ, ആ കരാറ് പാലിക്കണം. രണ്ടുപേരോടും നിങ്ങൾ മദീനത്തേക്ക് തന്നെ പോകാൻ വേണ്ടി പറഞ്ഞു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പം ആ രീതിയിൽ കാണിച്ച അല്ലെങ്കിൽ ശുഷ്കാന്തി കാണിച്ച ഒരു വിഷയമാണ് കരാറ് പാലിക്കുക. അതിപ്പോൾ ശത്രുക്കളോടാണ്. നമ്മളൊക്കെ ആരാണ് ആ സമയത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ട് വരും, സ്വാഭാവികമാണ്. അപ്പം പലരും പറയും അൽ ഹർബു ഖുദ്അത്തുൻ, യുദ്ധം എന്നൊക്കെ നടക്കുന്ന സന്ദർഭമല്ലേ, അതൊക്കെ യുദ്ധത്തിൽ പല തന്ത്രങ്ങളും അനുവദനീയാണ് എന്നൊക്കെ പല ന്യായവും നമുക്കതിന് പറയാൻ പറ്റും. എന്നിരുന്നാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവരോട് മടങ്ങിപ്പോകാൻ. അങ്ങനെ അവർ രണ്ടുപേരും വളരെ ഖേദത്തോടുകൂടി പ്രയാസത്തോടുകൂടി ബദറിൽ പങ്കെടുക്കാതെ അവർ മദീനത്തേക്ക് തന്നെ മടങ്ങിപ്പോവുകയാണ് ചെയ്തത്. അത് ഈ കരാറിൻ്റെ ഒരു പ്രാധാന്യം പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയയിൽ കരാറുണ്ടാക്കി. എന്താ കരാറുണ്ടാക്കിയത്? ഈ ശത്രുക്കളിൽ നിന്ന്, അതായത് മക്കക്കാരിൽ നിന്ന് ആരെങ്കിലും ഇസ്ലാം മതം ഇഷ്ടപ്പെട്ടുകൊണ്ട് വിശ്വസിച്ച്
ഇങ്ങോട്ട് വരികയാണെങ്കിൽ അവരെ സ്വീകരിക്കാൻ പാടില്ല, അവരെ തിരിച്ചയക്കണം എന്നും, എന്നാൽ മദീനയിൽ നിന്ന് മുസ്ലിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ഈ ശത്രുക്കളുടെ അല്ലെങ്കിൽ മക്കയിലേക്ക് പോരുകയാണ്, ഈ ഇസ്ലാം മതം വേണ്ട എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോരുകയാണെങ്കിൽ അവരെ നിങ്ങൾ പിടിച്ചു വെക്കാൻ പാടില്ല, അവരെ ഞങ്ങൾക്ക് വിട്ടും തരണം. ഇങ്ങനെ ഒരു കരാറാണ് ഹുദൈബിയ സന്ധിയിലെ ഒരു കരാർ. ഈ കരാറ് സഹാബാക്കൾക്കൊക്കെ വളരെ വേദന ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത്ര നമ്മൾ താന്നു കൊടുക്കേണ്ടതുണ്ടോ? അവരെ കൂട്ടുന്ന ഒരാൾ ഇസ്ലാം മതം വിശ്വസിച്ച് വന്നാൽ അവരെ സ്വീകരിക്കാൻ പാടില്ല, അവരെ അങ്ങോട്ട് തന്നെ പറഞ്ഞേക്കണം. എന്നാൽ ഇവിടുന്ന് ആരെങ്കിലും ഇസ്ലാം ഉപേക്ഷിച്ച് പോവുകയാണെങ്കിലോ അവർക്ക് കൊടുക്കും വേണം. ഇതൊരു ഇരട്ടത്താപ്പ് പിന്നെ അല്ലേന്നൊക്കെ മുസ്ലിങ്ങളായ പല ആളുകൾക്കും തോന്നിയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കരാർ ഒപ്പിടുകയാണ്. ഈ കരാർ ഒപ്പിടുമ്പം ഒരു മനുഷ്യൻ അയാളെ ചങ്ങലയിൽ ബന്ധിച്ചിട്ട് ഓടി വരുന്നുണ്ട്. അയാൾ ഒന്ന് ചങ്ങല പൊട്ടിച്ച് ഓടി വരികയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ മുസ്ലിമാണ്, ഞാൻ മുസ്ലിം ആയതാണ്, ഞാൻ അറിയാതെ ഓടി ഇങ്ങോട്ട് വരികയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ കൂട്ടണം, നിങ്ങളെ കൂടെ എന്നെയും കൂട്ടണം എന്ന് പറഞ്ഞു. മുസ്ലിം പക്ഷത്തേക്ക് വന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞങ്ങളൊരു കരാർ ഒപ്പിട്ട് കഴിഞ്ഞല്ലോ, അത് ലംഘിക്കാൻ പറ്റൂല. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് തന്നെ മടങ്ങിപ്പോകണം. നിങ്ങളെ കാര്യം അത് അള്ളാഹു ഏൽക്കും, നിങ്ങൾ ക്ഷമിക്കുക, അള്ളാഹു ഏൽക്കും, ഞങ്ങൾക്ക് നിങ്ങളെ സ്വീകരിക്കാൻ ഒരു വഴിയില്ല എന്നാണ് ആ സഹാബിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് അദ്ദേഹം ആ മക്കക്കാരിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയും ആളുകൾ, ആ ശത്രുക്കൾ അദ്ദേഹത്തെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുമ്പോൾ, അവരുടെ കൂട്ടത്തിലേക്ക് തന്നെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ അദ്ദേഹവും കൂടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളും എല്ലാവർക്കും കരയേണ്ടി വന്നു. അതാണ് ഒരു കരാർ എന്നുള്ളതിന് പരിശുദ്ധ ഇസ്ലാം നൽകുന്ന ഒരു സ്ഥാനം. അതാണ്, അത് ആരോട് നടത്തിയ കരാറാണെങ്കിലും അത് വളരെ വിലപ്പെട്ടതാണ് എന്നാണ്. ഇതുതന്നെയാണ് യഹൂദന്മാരുമായിട്ട് നടത്തിയ കരാറ്. എല്ലാ കരാറുകളെ സംബന്ധിച്ചും ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയാണ്. അത്ര ഈസി ആയിട്ട് അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല കരാറ് എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഔഫൂ ബിൽ അഹദി, നിങ്ങൾ കരാറ് ശരിക്കും പാലിക്കണം. ഇതാ അഹത്തു, കരാറ് നടത്തിയാൽ, വാഗ്ദാനം ചെയ്താൽ അത് നിങ്ങൾ പാലിക്കണം. വലാ തൻഖുദുൽ ഐമാന ബഅദ തൗകീദിഹാ, കരാറൊക്കെ ഉറപ്പിച്ചതിന് ശേഷം പിന്നെ അത് നിങ്ങൾ ഉടച്ചു കളയരുത്. കരാർ ഉറപ്പിച്ചതിന് ശേഷം അതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഓരോ ദുർന്യായങ്ങൾ പറഞ്ഞിട്ട് അതങ്ങോട്ട് നിങ്ങൾ ഉടച്ചു കളയരുത്. അതാണ് വലാ തൻഖുദുൽ ഐമാന ബഅദ തൗകീദിഹാ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. ഇതിന് എന്താണ് വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അതുപോലെ വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു സംഗതിയുണ്ട്, വലാ തഖുദു ഐമാനകും ദഖലൻ ബൈനകും, കരാർ നടത്തുക എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും ഒരു ചതിപ്രയോഗമാകരുത്. മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടി നിങ്ങൾ കരാറുണ്ടാക്കാൻ പാടില്ല. കരാർ എന്ന് പറഞ്ഞാൽ അവനാ സിൻസിയറായിട്ട് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് കരാറ്. അതൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യും, ഇപ്പം കിട്ടാണ്ട് ചെയ്യുക എന്ന ഒരു നിലപാട് ഉണ്ടാകാൻ പാടില്ല. വലാ തഖുദു ഐമാനകും ദഖലൻ ബൈനകും, നിങ്ങൾ ഈ സത്യം ചെയ്ത് പറയുന്ന പല കാര്യങ്ങളും, പ്രതിജ്ഞ ചെയ്ത് പറയുന്ന കാര്യങ്ങളും നിങ്ങൾ ഒരിക്കലും ഒരു ചതിപ്രയോഗമായി നിങ്ങൾ സ്വീകരിക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ അതിനെന്താ അപ്പം നമ്മൾ ചെയ്യണം? ഈ കരാർ ചെയ്യുമ്പോൾ അത് ആ നീയത്തോടു കൂടി തന്നെ അത് നടപ്പാക്കണം വിചാരിച്ച് തന്നെ നമ്മൾ കരാർ ചെയ്യണം. കടം വാങ്ങുന്നതിനെ പറ്റി പറഞ്ഞൊരു ഹദീസുണ്ട്, മൻ അഖദൻ നാസ യുരീദു അദാ അബ്ദുല്ലാഹു അൻഹു, ആളുകളിൽ നിന്ന് ഒരാൾ പണം കടം വാങ്ങുകയാണെങ്കിൽ, ആളുകളിൽ നിന്ന് പണം സ്വീകരിക്കുകയാണ്, അയാളുടെ മനസ്സിൽ ഇതെങ്ങനെയെങ്കിലും എനിക്ക് വീട്ടണം എന്ന ഒരു ചിന്ത അയാളുടെ മനസ്സിലുണ്ടെങ്കിൽ, എന്നൊരു നെയ്യത്ത് അയാളുടെ മനസ്സിലുണ്ടെങ്കിൽ അല്ലാഹു അത് പടച്ചോൻ വീട്ടും. അത് ഒരു പേടിക്കണ്ട. വാങ്ങുമ്പോഴുള്ള നെയ്യത്താണ് അവിടെ പ്രധാനപ്പെട്ട സംഗതി. അത് നിങ്ങൾക്ക് വീട്ടാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളെ മക്കളെങ്കിലും അത് വീട്ടിക്കോളും, നിങ്ങളെ കാലശേഷം നിങ്ങളെ മക്കളെങ്കിലും അത് വീട്ടിക്കോളും. പക്ഷെ നിങ്ങൾക്കുണ്ടാകേണ്ട സംഗതി, ആളുകളോട് കടം വാങ്ങുമ്പോൾ ഇത് കൊടുക്കണം എന്നുള്ളൊരു ചിന്ത നിങ്ങളെ മനസ്സിലുണ്ടാകണം. വമൻ
വമൻ അഖദഹ യുരീദു ഇത്ലാഫ, വാങ്ങുമ്പം തന്നെ അത് പോയി അല്ലെങ്കിൽ അത് നശിച്ചു, അതായത് ഇപ്പോൾ കൊടുക്കാനൊന്നും വേണ്ട ആവശ്യമില്ല, ഇത് അല്ലെങ്കിൽ തിരിച്ചടക്കാനുള്ള ഒന്നും അല്ല എന്ന നീയത്തോടു കൂടിയാണ് നിങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിലോ അത്തിലഫഹ, അത് അള്ളാഹ് നശിപ്പിക്കും. പിന്നെ അത് അവനെ കൊടുക്കാൻ കഴിയില്ല, അതവന് ഉപകാരപ്പെടില്ല, കൊടുക്കാൻ കഴിയില്ല. അതുപോലെയാണ് ഈ കരാർ എന്ന് പറഞ്ഞാൽ. കരാർ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ഇഖ്ലാസോട് കൂടി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ കഴിയില്ല എന്നുള്ള ബോധ്യത്തിൽ നമ്മൾ ചെയ്യാം. അതിലൊരു ആത്മാർത്ഥത വേണം. അപ്പം എന്താ ഇപ്പോൾ ഒരു കരാറിനെ പറ്റിയുള്ള സംസാരം എന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും ഏതാണെങ്കിലും അതിൻ്റെയൊക്കെ വളരെ നിർണായകമായ സ്ഥാനങ്ങളിലിരിക്കുന്ന, അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ആളുകൾ ഇരിക്കുന്ന ഒരു സദസ്സ് കൂടിയാണ് ഇത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ പ്രകടന പത്രിക എന്ന് പറയുന്നത് അതൊരു കരാറാണ്, ജനങ്ങളോട് നടത്തുന്ന ഒരു കരാറാണ്. ആ പ്രകടന പത്രികയിൽ പറയുന്ന സംഗതികൾ, അത് നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായി നടപ്പാക്കാൻ ആര് അധികാരത്തിൽ വന്നാലും അത് നടപ്പാക്കും എന്ന ഒരു രീതിയിൽ വേണം. അതല്ല, നടപ്പാക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ആളുകളുടെ വോട്ടും മറ്റുമൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യാൻ പറ്റില്ല. അതൊരു ശരിയായ രീതിയല്ല. അത് മുസ്ലിങ്ങൾ എന്നല്ല, മുസ്ലിം അല്ലാത്ത ആളുകളും എല്ലാവരും അംഗീകരിക്കുന്ന, പാലിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ നേതാക്കന്മാരും മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകളൊക്കെ ആവുമ്പോൾ ഇത്തരം കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാട്ടിൽ നടപ്പാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ, അത് ഏത് നാട്ടിലും കാലം കഴിഞ്ഞു പോകുമ്പോൾ കുറേ കാലത്തിനനുസരിച്ച് പല സംഗതികളും ഇവിടെ നാടിൻ്റെ വികസനത്തിനും മറ്റുമൊക്കെ നടപ്പാക്കേണ്ടി വരും. അത്തരം കാര്യങ്ങളെ കണ്ടറിഞ്ഞ് അതെങ്ങനെ നടപ്പാക്കാൻ കഴിയും എന്നൊക്കെ നടത്തി അതിനനുസരിച്ചുള്ള വാഗ്ദാനങ്ങൾ പ്രകടന പത്രികയിൽ നൽകി അത് നടപ്പാക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്ന ഒരു രീതിയും ഒരു നിലവാരവും നമ്മളുടെ ഈ സാരഥികളായി, നേതാക്കന്മാരായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ ആരായാലും അവർ ആ ഒരു വിശ്വാസം, ആ ഒരു നിലപാട് അവർ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യണം. അതാണ് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് എന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഇന്ന് നവംബർ 21. നവംബർ 26 എന്നത് 1949 നവംബർ 26 തീയതിയാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടന ഉണ്ടാക്കുന്നതിനൊരു സമിതി രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. BR അംബേദ്കർ ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നതിൻ്റെ നേതൃത്വം നൽകിക്കൊണ്ടൊരു സമിതി രൂപീകരിക്കപ്പെട്ടത് നവംബർ 26, 1949. അതുപോലെ 1950 നവംബർ 26 തീയതിയാണ് നമ്മളുടെ ഭരണഘടന നിലവിൽ വരുന്നത്. ഭരണഘടനാ ദിവസം അല്ലെങ്കിൽ സംവിധാൻ ദിൻ എന്നൊക്കെ പറയുന്നത് 1950 നവംബർ 26. അപ്പം ഈ നവംബർ 26 നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ഈ നവംബറിലൂടെയാണ്. ഭരണഘടന രൂപപ്പെട്ട ഒരു ആഴ്ചയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഈ ഭരണഘടന 1950 രൂപപ്പെട്ട് അംഗീകരിച്ചതിന് ശേഷം ഇന്ന് ഒരുപാട് കാലം കഴിഞ്ഞുപോയി. അതിനുശേഷം നമ്മുടെ ഭരണഘടന ഇപ്പോഴും വളരെ സുരക്ഷിതമായി ഇവിടെ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഭരണഘടനക്ക് ഒരു മാറ്റവും ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ എല്ലാ ജനവിഭാഗങ്ങളെയും, മുസ്ലിങ്ങളെയും ദലിതുകളെയും ന്യൂനപക്ഷങ്ങളെയും എല്ലാവരെയും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന രീതിയിൽ തന്നെ വളരെ വ്യവസ്ഥാപിതമായി, വളരെ നീതിയുക്തമായി എഴുതപ്പെട്ടിരിക്കുന്ന ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടന.
ആ ഭരണഘടനയിൽ വസിക്കുന്നവർ എന്നുള്ള നിലക്ക് ഈ ഒരു ബഹുമത സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു സൊസൈറ്റിക്ക്, ഒരു സമൂഹത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു ഭരണഘടന എന്നൊരു അഭിമാനം ഇന്ത്യക്കാരായ നമ്മളൊക്കെ ആ വിഷയത്തിൽ നമുക്കുള്ളതാണ്. അതുകൊണ്ട് ഈ സന്ദർഭം നമ്മൾ വളരെയധികം ജാഗ്രതയോടുകൂടി നിൽക്കേണ്ടത്. ഈ ഭരണഘടനയ്ക്ക് ഒരിക്കലും ഒരു മാറ്റം വരികയും ഇത് തിരുത്തപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഇന്ത്യയിലെ മറ്റു പല സ്ഥലങ്ങളിലെയുമൊക്കെ പല സംഭവ വികാസങ്ങളും ഈ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി പലതും ഈ രാജ്യത്ത് നടക്കുന്നു. പൗരന്റെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നു, ഒരു വിഭാഗം വളരെയധികം ദ്രോഹിക്കപ്പെടുന്നു എന്നൊക്കെയുള്ള ചിന്ത ഓരോ സമൂഹത്തിലും കടന്നു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ കടന്നു വന്നിട്ടുണ്ട്. അവരുടെ പല കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള സർക്കാരിൻ്റെ പല തീരുമാനങ്ങളും വളരെ പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളായി മാറിയിട്ടുണ്ട്. വഖഫുമായി ബന്ധപ്പെട്ടത് ചെയ്യേണ്ടത് ഈ അടുത്ത ഡിസംബർ ആദ്യത്തിലാണ് വഖഫുമായി ബന്ധപ്പെട്ട സംഗതികൾ മുസ്ലിം സമൂഹത്തിൻ്റെ അവരുടെ പള്ളി, മദ്രസ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, അതിനൊക്കെ ഭരണഘടന നമുക്ക് നൽകുന്ന ആ സംരക്ഷണം അത് നഷ്ടപ്പെടാതെ നിൽക്കേണ്ടതുണ്ട്. വഖഫുമായി ബന്ധപ്പെട്ട സംഗതികൾ അത് ശ്രദ്ധയിൽ കൊണ്ടുവരണം. ശ്രദ്ധയിൽ അത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ സമയത്ത് ചെയ്യണം. ഏതായാലും അങ്ങനത്തെ കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മളുടെ ഈ വോട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, പൗരത്വവുമായി ബന്ധപ്പെട്ട ഇങ്ങനെ കുറേ വിഷയങ്ങൾ നമ്മളുടെ മനസ്സിൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ആ ആശങ്ക ഉണ്ടാകുമ്പോഴൊക്കെ നമുക്ക് തണലായി നിൽക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖിന് പുറമെ നമുക്ക് തണലായി നിൽക്കുന്നത് നമ്മുടെ ഭരണഘടനയാണ്. അതുകൊണ്ട് ഈ ഭരണഘടന നിലനിൽക്കാനും ആ ഭരണഘടനയ്ക്ക് പോറലേൽക്കാതെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം മറ്റാരെക്കാളും കൂടുതൽ ഇന്ത്യയിലെ ന്യൂനപക്ഷത്തിനും അതുപോലെ ഈ സാധാരണ അരുകുവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിനും പ്രത്യേകിച്ചുമുണ്ട്. ആ ഒരു ബോധ്യം നമുക്ക് വേണം. ഭരണഘടനയുടെ നിലനിൽപ്പിന് അതങ്ങനെ തന്നെ കാത്തു സൂക്ഷിക്കപ്പെടുന്നതിനുമുള്ള ഒരവസ്ഥ സംജാതമാകാൻ എപ്പോഴും നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു സംഗതിയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.